മന്തി കഴിക്കാൻ പോയാലോ? എന്നറിയാൻ പാടില്ല, അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മന്തി കഴിക്കാനായിട്ട് പോതിയൊന്നും കേട്ടോ. പിന്നെ ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മടിവാളുള്ള നെഹദിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ ഏതൊക്കെ ഫ്ലേവർ വേണമെന്ന് നമ്മുടെ നേപ്പാളി എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മൾ കുളിച്ചില്ലേലും നനച്ചില്ലേലും നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിന് വൃത്തി നോക്കുന്ന ചില ചങ്കത്തിമാർ നമുക്കുണ്ടായിരിക്കുമല്ലോ, അതാണ് ഇവ. അങ്ങനെ തന്നെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നമ്മുടെ ആന്റിമാർ നമുക്ക് വേണ്ടി നമ്മുടെ ഫേവറേറ്റ് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാ, ലാവിശായിട്ട് പലതരത്തിലുള്ള മന്തി ആയിട്ട് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവായി മന്തി ആട്ടോ. കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്തിയുടെ ഫ്ലേവർ ഏതാന്നേ. അത് വെച്ചിട്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ചക്കക്കൂട്ടം കണ്ടതുപോലെയായിരുന്നു പിന്നെയുള്ള അവസ്ഥ കേട്ടോ അവിടെ. ഇനിയാണ് അങ്ങ് നടക്കാൻ പോകുന്ന ഗൈസ് പടയപ്പ. മന്തിയുടെ കൂടെ ഷെയ്ക്ക് കുടിക്കുന്ന പോകുമ്പോ എനിക്കറിയില്ല കേട്ടോ, നിങ്ങളായാലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങളാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്യൂ ആണ്, ഇവളുമാരാണെങ്കിൽ ഷെയ്ക്ക് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താണ് ആ കോമ്പോ എന്ന്. അങ്ങനെ തീറ്റി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അവസ്ഥയിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടേബിൾ ഉണ്ടായിരുന്നത്. പിന്നെ ബില്ലിന്റെ കാര്യം പറയേണ്ടതില്ല, ചെറുതായിട്ട് ആവശ്യമായത് കൊണ്ട് തന്നെ അങ്ങ് ബില്ലങ്ങ് കൂടിപ്പോയി. ചേട്ടാ കിച്ചൺ കാണിച്ചത് പാത്രം കഴിയത്തരാന്നുള്ള അവസ്ഥയായി പോയി കേട്ടോ ഞങ്ങൾക്ക്. ആ വിഷമവും പിന്നെ മന്തി തിന്നതിന്റെ അവസ്ഥയും കൂടെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി ഉറങ്ങിയാൽ മതി എന്നായി പോയി ഗൈസ് ഞങ്ങൾക്ക് അവിടെ കിടന്നിട്ട്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറത്തെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക്ക് വിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോവാണേ. ഓക്കെ ബൈ ബൈ, ലവ് യു ഓൾ.